ഹലോ ഗൈസ്, പെണ്ണില്ലാത്ത സങ്കടം മാറ്റാൻ വേണ്ടി ഒന്ന് റീൽസ് കാണാൻ കയറിയതാ. അപ്പഴാ ഈ മയിര് കാണുന്നു. ബൂജി, നിനക്കവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? കൊറേ കൊച്ചുകുണ്ടകൾ ഇവന്റെയൊക്കെ. ഇന്ന് നമ്മൾ കുറച്ച് കോണ്ടാക്ട്സ് റിവ്യൂ ചെയ്യാൻ പോവാ ഗൈസ്. ആ കൊച്ചുകുണ്ട ഉപയോഗിച്ചിട്ട് വിശ്വസിക്കുമെന്നല്ലേ പറഞ്ഞ അപരാധമൊന്നും പോരാതെ അവനവന്റെ പാന്റിന്റെ വള്ളി ഊരിയിട്ടേക്കുന്നു. പ്രഭുവിന്റെ ആ അടയ്ക്ക പോലത്തെ ബോഡിന്ന് ഇത്രയും അനക്കം വന്ന. गाइस मेरे पास कैमरा है और आईफोन है और मेरी पटाखा है और 2 बेस्ट भी है. आप लोगों के पास क्या है कमेंट करके बताओ. എൻ്റെ അടുത്ത് വലിയൊരു ബാധ്യതകളുണ്ട് ഗൈസ്, ബാധ്യതകൾ. എനിക്ക് മനസ്സിലാവുന്നില്ല. ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്യേണ്ടുള്ള സമയത്ത് അഡൾട്ട്ഹുഡ് ജീവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ജനറേഷൻ. പഴയ ജനറേഷൻ ആണെങ്കിൽ ഇപ്പം എന്താ ചെയ്യുമെന്നാണ്. അവരിപ്പോഴും ചൈൽഡ്ഹുഡ് ജീവിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ? പറ്റത്തില്ല ബ്രോ. गाइस ये आप सबका चांद है और ये मेरा चांद है. ആ ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രൻ ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരിക്കും. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്തിൽ കയറി വന്നോ? ഇല്ലല്ലോ. तो गाइस मुझे बचपन से शादी करने का बहुत शौक था और आज फाइनली मैंने आप लोगों के कहने पे सुभान से शादी कर ली. കല്യാണം കഴിഞ്ഞത് ഈ രണ്ട് പീക്കിരി പിള്ളേട്ട കല്യാണം കഴിഞ്ഞത്. और अब आप लोग हमें कमेंट में दुआएं दीजिए. അനുഗ്രഹിക്കണോന്നാ? പിന്നെന്താ? ദൈവമേ, മുടിഞ്ഞു പോണേ ഇവർ രണ്ടെണ്ണം മുടിഞ്ഞു. ഗൈസ്, അവൻ്റെയൊക്കെ ആ പ്രായത്തിൽ ഞാൻ 2 രൂപയുടെ പൊട്ടാസിന് വേണ്ടി വീട്ടിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. പൊട്ടാസ് തോക്ക് വെടിവെക്കാൻ വേണ്ടി. അപ്പോഴാ ഇവനൊക്കെ. പൊടിപ്പിള്ളേരൊക്കെ ഇപ്പോൾ കെട്ടും കഴിഞ്ഞാൽ അവർക്ക് എത്ര പിള്ളേർ വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഇങ്ങനെ നിന്ന് പോത്തേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ശരി, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.